ഇത് 2020 മോഡൽ നെക്സോൺ പെട്രോൾ നെക്സോൺ XMA ആണ് വേരിയൻറ്റ്. 45,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഇത് ഇനോവ, ഇത് DC ഡിസൈനാണ് ഇനോവ. സീറ്റെല്ലാം റിക്ലൈനറാണ്, ഫ്രീസറുണ്ട്. നല്ല എക്സിക്യൂട്ടീവ് കാറാണ്. ഇത് 2014 മോഡലാണ്. ബേസ് വേരിയൻ്റ് ആണ് ടെസ്റ്റർ. കിലോമീറ്ററൊക്കെ എന്തോ ഓടി? കിലോമീറ്റർ 57 ആയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. ഇത് ഹുണ്ടായി ക്രെറ്റയാണ്. സെക്കൻഡ് വേരിയൻറ്റ് പെട്രോൾ 1.6X ആണ് വേരിയൻറ്റ്. ഇത് പോളോ, ന്യൂ പോളോ 2014 മോഡലാണ്. സിംഗിൾ ഓണറാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 82,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ അടുത്ത് കല്ലുമൂടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള OLX യൂസ്ഡ് കാസിനകത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ, വിലയുള്ള കാറുകൾ കേട്ടോ. വിലയുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ SUV ലെവൽ കാറുകൾ എന്നൊക്കെ പറയുന്ന പോലെയും സെഡാൻ ടൈപ്പ് കാറുകൾ എന്ന് പറയുന്ന പോലെയൊക്കെയുള്ള കാറുകൾ. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡസ്റ്റർ, ക്രെറ്റ, നെക്സോൺ, പിന്നെ അതർ സ്റ്റേറ്റ് വണ്ടികളുമുണ്ട്. അതായത് ഇന്നോവ, അങ്ങനെയൊക്കെയുള്ള അതർ സ്റ്റേറ്റ് വണ്ടികളും ഒരുപാടുണ്ടെന്നല്ല, എന്നാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ഇന്നോവ അതർ സ്റ്റേറ്റ് വണ്ടിയാണെങ്കിൽ അതിനകത്ത് കുറേ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്ത വണ്ടികളാണ് കേട്ടോ. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. വില കുറഞ്ഞ വണ്ടികൾ എടുക്കുക എന്ന് പറയുന്നവരോട് പ്രത്യേക ശ്രദ്ധയ്ക്ക്. വില കുറഞ്ഞ വണ്ടികൾ എടുക്കാനാണ് ഒരുപാട് പോകുന്നത്. പക്ഷേ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന തോനെയും സ്ഥാപനങ്ങളും ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല വണ്ടികൾ ഉപയോഗിക്കുന്ന നല്ല നല്ല സ്ഥാപനങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പം മറ്റ് സ്ഥാപനങ്ങൾ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്താൻ എനിക്ക് കുറച്ച് സമയം തരണം. അതുവരെയുള്ള ഈ യാത്രയുടെ ഇടയിൽ കണ്ടെത്തുന്ന കടകളാണ് ഇതെല്ലാം. അപ്പം നല്ല വണ്ടികളാകുമ്പോൾ നമ്മളത് എടുത്തു തരുന്നതാണ്. നിങ്ങളും നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരായിട്ടും ഇച്ചിരി കാശുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരായിട്ടുള്ളവർക്കൊക്കെ എടുക്കാൻ നല്ല വണ്ടികൾ കിട്ടണ്ടേ. അപ്പോൾ അതോടുകൂടി നമ്മളങ്ങ് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ റൊട്ടേഷൻ ചെയ്ത് എടുക്കുന്ന കടകളല്ലാത്ത കടകളാണ് നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തൊന്നും ഞാൻ സ്ഥിരം വരുന്നില്ലല്ലോ. അപ്പോൾ വഴികളറിയില്ല, തേടി കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ കടകളും നിങ്ങൾക്കായി ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉപകാരപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ തുടങ്ങുകയാണ്. ഇത് ട്രിവാൻഡ്രം OLX ഓട്ടോസ് സിറ്റി ബ്രാഞ്ചാണ്. ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്ത് ഈഞ്ചക്കല്ലായിട്ട് വരും. കഴക്കൂട്ടം കോളം ബൈപ്പാസിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹോണ്ട സിറ്റി ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാണ്. ഇത് മാർക്കറ്റ് റേറ്റ് 7.25 വരെ ഉണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് 6,95,000 കൊടുക്കുന്നത്. 2019 മോഡലാണ്. കിലോമീറ്റർ എന്തോ ഓടി? 52 ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ, നല്ല ക്ലിയർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ പോരാഞ്ഞിട്ട് 1 ഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടിക്കും കൊടുക്കുന്നുണ്ടോ? എല്ലാ വണ്ടിക്കും 2015 മേളിലോട്ടുള്ള എല്ലാ വണ്ടിക്കും 1 ഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്സിഡന്റ് കേസോ റീപ്ലേസ്മെന്റ്സോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൂടുതലും സെയിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ് ഒന്നും ഇല്ലാത്തതാണ് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. കോംപ്ലിക്കേഷനായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നും നമ്മൾ OLX ഓട്ടോസ് എടുക്കാറില്ല. ഡയറക്റ്റ് ഹിറ്റ് കാറൊന്നും എടുക്കാറില്ല. ഇല്ല. ഇത് 2020 മോഡൽ നെക്സോൺ പെട്രോൾ നെക്സോൺ XMA ആണ് വേരിയൻറ്റ്. 45,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഇത് ഓട്ടോമാറ്റിക്കാണ്. സിംഗിൾ ഓണറാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത്, ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് പുതിയ കാറിന് ഇത് 11,70,000 രൂപയുണ്ട്. 12 അടുത്തുണ്ട് ന്യൂ കാറിന്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 7 ലക്ഷം രൂപയ്ക്കാണ്. 7? അതെ, ജസ്റ്റ് 45,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ മാർക്കറ്റിൽ മാക്സിമം കുറച്ച് റേറ്റിനാണ് കൊടുക്കാറ്. ചെറിയ പ്രോഫിറ്റ് ആഡ് ചെയ്തുള്ള സെയിലാണ് നമ്മൾ. അല്ല, ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ മിഡിലാണോ? മിഡിൽ. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. എത്ര ഓടിയത്? ഇത് 45,000 കിലോമീറ്റർ. ആ ഓടിയ ടയറാണോ കിടക്കുന്നത്? അതെ. ഇത് പോളോ, ന്യൂ പോളോ 2014 മോഡലാണ്. സിംഗിൾ ഓണറാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 82,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ തന്നെയല്ലേ? അതെ. ജെന്യൂൻ കിലോമീറ്റർ നമ്മൾ ഹിസ്റ്ററി നോക്കിയേ കാർ എടുക്കാറുള്ളൂ. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ടയേഴ്സൊക്കെ? ടയർ ഫ്രണ്ട് ടയർ എബോ ആവറേജ് ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് 4,25,000. ഇത് മൈലേജ് ഹൈലൈനാണ്. ഇത് 16 മൈലേജ് കിട്ടും. ലോങ് ആണെങ്കിൽ 20 കിട്ടും. ഡീസലല്ലേ? ഡീസൽ. ഇത് ഹോണ്ട അമേസ് ഡീസലാണ്. ബേസ് വേരിയൻ്റ് ആണ്. 63,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. അതെ.
മാനുവലാണ്. ആക്സിഡൻറ്റ് മാനുവലാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ക്ലെയിമോ ഒന്നുമില്ല. അപ്പോൾ റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ട്? 63. കമ്പനി സർവീസാണ്, കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഈ ടയറൊക്കെ ഫസ്റ്റ് ടയർ തന്നെയാണോ കിടക്കുന്നത്? അതെ അതെ അതെ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 6.25 ലക്ഷം രൂപയാണ്. ഇത് പെട്രോൾ അല്ലേ? ഡീസൽ. എത്ര മൈലേജ് ഉണ്ട്? 24 മൈലേജ് കിട്ടും ഇത്. അത്ര ഉണ്ടോ? പിന്നെ ചുമ്മാ തള്ളരുത്. ഇല്ല ഇല്ല ഇല്ല, 24 മൈലേജ് കിട്ടും. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത് 2014 മോഡലാണ്. വേരിയൻറ്റ് G4 ആണ്. കിലോമീറ്റർ 1,07,000 കിലോമീറ്റർ ഓടി. പിന്നെ ഇവിടുത്തെ ഇത് ഇനോവ, ഇത് DC ഡിസൈനാണ് ഇനോവ. സീറ്റെല്ലാം റിക്ലൈനറാണ്, ഫ്രീസറുണ്ട്. നല്ല എക്സിക്യൂട്ടീവ് കാറാണ്. ഈ കിലോമീറ്ററൊക്കെ ജെനുവിൻ തന്നെയല്ലേ? കിലോമീറ്റർ ജെനുവിനാണ്, ഹിസ്റ്ററിയുള്ള വണ്ടി തന്നെയാണ്. ഇത് നമ്മളെ കേരള വണ്ടിയാണോ? അല്ല, ഇത് ഹരിയാന രജിസ്ട്രേഷനാണ്. ഇപ്പോൾ ഇവിടെ കേരള ആക്കാനായിട്ട് നമ്മൾ പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ആവും. ഇവിടെ കേരള ആക്കി കൊടുക്കുന്ന പ്രൈസ് 9 lakhs ആണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ലല്ലോ? എത്രയാ? റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെൻ്റ് ഉണ്ട്, ഇതിനൊരു റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഇതിന് ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇതോ? ആ. ആക്സിഡൻറ്റ്, മേജർ ആക്സിഡൻ്റ് ആയിട്ടാണോ? അല്ല അല്ല അല്ല, അവിടെ അറിയില്ല, ക്ലൈമറ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ നിന്ന് എടുക്കുന്ന എല്ലാ കാറിനും ഒരു പൊട്ടലുണ്ട്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? വേറെ അപാകതകളൊന്നുമില്ല. ടയർ ഭാഗം കൊള്ളാം, വണ്ടി നല്ല കണ്ടീഷനാണ്. ഇതൊക്കെ ഒരു പ്രത്യേക മോഡൽ ചെയ്ത പോലെ അല്ലേ? ഓക്കെ. 9. ഇത് ലോൺ സൗകര്യം എങ്ങനെയാണ്? ലോൺ പ്രൊവൈഡ് ചെയ്യും. ലോൺ നമുക്ക് 7 lakh വരെ ലോൺ അപ്രൂവൽ ഉണ്ട്. 2 ലക്ഷം രൂപയാണ് ഇറക്കാം. ആ അതെ. ഇത് പോളോ GT ആണ്, പെട്രോള്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 1,38,000 കിലോമീറ്റർ ഓടി. ജെന്യൂൻ കിലോമീറ്റർ ഇത്രയും ഓടിയുണ്ട്. ഇതിന് മാർക്കറ്റ് റേറ്റ് 5.4 വരെ വരും. ഞാനിപ്പോൾ ഇത് സെയിൽ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് 3,75,000 രൂപയ്ക്കാണ്. അത്രയും താത്ത് കൊടുക്കും. എന്താണ് ലാഭം കുറയ്ക്കുക എന്നുള്ളതാണ്? ലാഭം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക്. ലാഭം കുറച്ച് മതി എന്നുള്ളതാണ്. കൂടുതൽ വോളിയം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതന്നെ. കൂടുതൽ കാർ ഒരു മന്ത് ചെയ്യുക എന്നുള്ളതാണ്. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് മൈലേജ് എങ്ങനെയായിരിക്കും? ഇതിന് മൈലേജ് 15 വരത്തുള്ളൂ. GT അല്ലേ, പോളോ GT എടുക്കുന്നവർക്ക് അറിയാം. ഇതിന്റെ മൈലേജ് കുറവാണെങ്കിൽ ഇതിന്റെ പവറാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സാണ്. യങ്സ്റ്റേഴ്സ് എല്ലാം പോളോ GT ആണ് ചൂസ് ചെയ്യാറ്. ഇത് നമുക്ക് എത്ര രൂപ ഇറക്കാം? നമുക്ക് എല്ലാ കാറും ഒരു 50,000, 45 to 50,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ലോണിലിട്ട് ഇറക്കാൻ പറ്റും. നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വളരെ കുറച്ച്, ഇനി അതിലും കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാനുള്ളെങ്കിൽ നമുക്ക് അങ്ങനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? അല്ല, ഇത് TN രജിസ്ട്രേഷനാണ്. ഇവിടെ നമുക്ക് എല്ലായിടത്തു നിന്ന് കസ്റ്റമർ ഉണ്ട്. ഇത് ചെന്നൈയിൽ നിന്ന് വന്ന ഒരു കസ്റ്റമറാണ്. നമ്മുടെ ഇവിടെ ഒരു XUV ആയിട്ട് എക്സ്ചേഞ്ചിൽ വന്നതാണ്. നമുക്ക് എല്ലായിടത്തു നിന്നും കസ്റ്റമർ വരാറുണ്ട്. നമ്മൾ പ്രൈസ് അത്രയും അഡ്ജസ്റ്റ് ചെയ്തിരുന്നതുകൊണ്ട് എല്ലായിടത്തും കസ്റ്റമർ വരാറുണ്ട്. ചെന്നൈ വണ്ടി ഞങ്ങൾ ചെന്നൈ തന്നെ ചെയ്യും. ഇതിപ്പോൾ തമിഴ്നാട് തന്നെ സെയിൽ ചെയ്യാനായിട്ടുള്ളതാണ്. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇവിടെ NOC എടുത്ത് മാറ്റി കൊടുക്കും. ഇത് ഓൾട്ടോ K10 ആണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 70. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ്. കമ്പനി സർവീസാണ്. വേറെ അപാകതകളായിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല, ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ചസ് പെയിൻ്റൊക്കെ ഉള്ളൂ. അത് ക്ലിയർ ചെയ്ത് കൊടുക്കുമോ? എല്ലാം ക്ലിയർ ചെയ്തു. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. സ്ക്രാച്ചസ് പെയിൻ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1.5 ലക്ഷം രൂപ. 1.5. ഏതായിരുന്നു മോഡല്? ഇത് 2011 ഡിസംബറാണ്. അതായത് ഡിസംബർ എന്ന് പറയുമ്പോൾ 2012 വണ്ടി, 2011 വണ്ടി എന്ന് എല്ലാവരും പറയുന്ന വണ്ടി. 11 ഡിസംബറാണ്. ഓൾമോസ്റ്റ് 12 ആണ്. മന്തും നമ്മൾ നോക്കും, മാനുഫാക്ചറിങ് മന്തും നോക്കും. ഇതും 2011 ഡിസംബറാണ് കാറ്. സ്വിഫ്റ്റ് ഡിസയർ ZDI ആണ്. ZDI എന്ന് പറയുമ്പോൾ ഡീസലാണ്. ഡീസൽ വേരിയന്റ്, സിംഗിൾ ഓണർ. കിലോമീറ്റർ 79 ആണ്. കമ്പനി സർവീസാണ്. ഫുൾ ഓപ്ഷൻ കാറാണ്. 2011 ഡിസംബർ തന്നെ ഫുൾ ഓപ്ഷൻ കാറാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്, ചെറിയൊരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. ഒരു ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. അത് ആക്സിഡന്റ് ആയിട്ടല്ല, അത് കോക്കനട്ട് ഹിറ്റാണ്. ഓക്കെ, അതൊന്ന് പൊക്കി കാണിക്കാമോ? ബോണറ്റ് അപ്രോൺ കാര്യങ്ങളൊക്കെ ഇല്ല, അപ്രോൺ ഒന്നും കുഴപ്പമില്ല. ഒന്നുമില്ല. അകത്തോട്ട് വലുതായിട്ട് ഇമ്പാക്ട് ഒന്നുമില്ല. ജസ്റ്റ് ബോണറ്റിൽ നമ്മൾ തേങ്ങ വിഴുന്ന് ഞണിങ്ങിപ്പോയി, കുഴിഞ്ഞുപോയി. എത്ര ബെൻഡ് ചെയ്താലും അതിൽ ചെറിയ പൊട്ടലും കൂടി വന്നു. അപ്പോൾ പിന്നെ അങ്ങ് മാറ്റി. വേറെ അപാകത ഒന്നുമില്ല. 24 മൈലേജ് കിട്ടും കേട്ടോ. ഇത്
ഡീസലാണല്ലേ? ഡീസലാ. ടയറൊക്കെ അത്യാവശ്യം ഇത് 2014 ഷേപ്പ് മാറിയത്. 14 താഴോട്ട് ഈ ഷേപ്പാണ്. വണ്ടി നല്ല കാർ നല്ല. എത്ര ചോദിക്കുന്നത്? ഈ കാർ ചോദിച്ചു വരുന്നവരുണ്ട്. ഈ ഷേപ്പ്, ഈ ഡിക്കി ഷേപ്പ് ചോദിച്ചു വരുന്നവരുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ചോദ്യം നമ്മളിപ്പോൾ ചോദിക്കുന്നത് 310 ഇതിന്. 310. ഇത് കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി. ഇത് i10 മാഗ്ന, സെക്കൻഡ് ഓണറാണ്. ഇത് 78,000 കിലോമീറ്ററായി. സെക്കൻഡ് ഓണർ, കമ്പനി സർവീസാണ്. റീപ്ലേസോ ആക്സിഡൻ്റോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ്. അന്നത് ടോപ്പ് വേരിയൻ്റ് ആണോ ഇത്? മാഗ്ന സെക്കൻഡ് വേരിയൻ്റ് ആണ്. സെക്കൻഡ് ആണ്. സ്പോർട്സ് ആണ് ടോപ്പ് അന്നത്തെ. ഓക്കെ. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 165 2 ലക്ഷം. 195 വരെയൊക്കെ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഇത് ന്യൂ ഷേപ്പാണ്. i10ൻ്റെ ന്യൂ ഷേപ്പാണ്. i10 11 ന്യൂ ഷേപ്പ്. 11 തൊട്ട് മുമ്പ് ഒരു ഓൾഡ് ഷേപ്പാണ്. അല്ല, നമ്മൾ ചോദിക്കുന്നത് എത്ര? 165, 1,65,000 ആണ് നമ്മുടെ ചോദ്യം. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ലോൺ കിട്ടുമല്ലോ? ലോണൊക്കെ കിട്ടുമല്ലോ. നമുക്ക് മാരുതിയുടെ കാറ്, ഹുണ്ടയുടെ കാറൊക്കെ 11 തൊട്ട് 12 തൊട്ടൊക്കെ ലോൺ കിട്ടും. ഓസ് വാഗൻ കിട്ടും, ഹോണ്ട ഒരു 13-14 മൈലേജും പ്രതീക്ഷിക്കാം അല്ലേ? പിന്നെ ഇത് 2014 മോഡലാണ്. ബേസ് വേരിയൻ്റ് ആണ് ടെസ്റ്റർ. കിലോമീറ്ററൊക്കെ എന്തോ ഓടി? കിലോമീറ്റർ 57 ആയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. സിംഗിൾ ഓണറാണ്. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ആക്സിഡന്റ് കേസോ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ച് പെയിൻറ്റിംഗ് ഒക്കെ ഉള്ളൂ. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ടയറൊക്കെ നല്ലതാണ്. വെൽ മെയിൻറ്റൈൻഡ് കാറാണ്. മൈലേജ് എന്താണ് ഇതിന്? മൈലേജ് ഇതിന് 22 വരെ മൈലേജ് കിട്ടും. ഡീസലാണ്? ഡീസൽ. ഇത് വേരിയന്റ് ടോപ്പ് ആണോ മിഡിൽ? അല്ല, ബേസ് വേരിയന്റ് ആണ്. ബേസ് ആണ്. 2 ഡോർ പവർ വിൻഡോ ആണ്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര രൂപ ഇറക്കാം? ഇത് നമുക്കൊരു 50,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ലോണിലാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് 5 ലക്ഷം രൂപയാണ് ചോദ്യം. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇത് ഹുണ്ടായി ക്രെറ്റയാണ്. സെക്കൻഡ് വേരിയൻറ്റ്. പെട്രോൾ 1.6 ആണ് വേരിയൻറ്റ്. സെക്കൻഡ് ഓണറാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നും ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന 6.25 ലക്ഷം രൂപയാണ്. ജസ്റ്റ് 51,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. ഇത് മാർക്കറ്റിൽ 7.25 വരെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. നമ്മൾ കുറച്ച് കോംപ്രമൈസ്, കുറച്ച് റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. ഇറങ്ങിയപ്പോൾ എന്തോ ഉണ്ടായിരിക്കും വില? ഇറങ്ങിയപ്പോൾ ഐ തിങ്ക് 10 ലാഖിനടുത്തുണ്ട്. അത്ര ഉണ്ടായിരുന്നു. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ടയർ കണ്ടീഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വേണ്ടി? ഇത് നമുക്കൊരു 65,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോണ് അപ്രൂവലുണ്ട്, നമുക്ക് എടുക്കാം. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇത് ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എടുക്കാം. അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള SUV ടൈപ്പും സെഡാൻ ടൈപ്പും വണ്ടികളാണ് തോനെയും കാണിച്ചു തന്നത്. അതിലെല്ലാം ഉപരി അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ നിങ്ങൾ കാണിച്ചു തന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ള അയൽവാസികൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തും സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.